നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രഭേച്ചി വിശാലിനോട് സംസാരിക്കുകയാണല്ലോ. അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. പ്രഭേച്ചി ഒന്ന് വരട്ടെ. അല്ലാതെ എനിക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ മോളെ. അധികം നീട്ടിക്കൊണ്ട് പോവരുത്. ഇനിയും വിശാലിന് ചിന്തിക്കാൻ അവസരം കൊടുത്താ അവൻ വഴുതി പോവാ ആന്റി. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് വേണം. നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്താ പോരാ. ഇന്ന് തന്നെ വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടന്നേ തീരൂ. ഞാൻ പോയി കതിർ മണ്ഡപത്തിലിരിക്കാം. സുശീൽ ആന്റി ഇനിയും മടിച്ചു നിൽക്കാതെ അങ്ങോട്ട് വന്ന് എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്ക്. എന്നിട്ട് വിപിന്റെ കയ്യിൽ നിന്നും താലി വാങ്ങി വിശാലിന് കൊടുക്ക വേഗം. അതെ, നമുക്കിനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. പല്ലവി എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നതിന് മുൻപ് അവളെ തടയണം. ബ്രോ വന്നേ, നമുക്ക് അവളെ കാണാം. പാർവതി വാ. പല്ലവിക്ക് വിപിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോ നമ്മള് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ച കേട്ടില്ലേ? എന്റെ പൊന്നു ബ്രോ, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ അഴിയ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നേ. അതൊരു വിധം സോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ബ്രോയായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അല്ല ഗാർഗി, അത് ബ്രോ, വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടത്തി കൊടുക്കുമെന്നാ ബ്രോ പറയുന്നേ? ആ വിവാഹം നടത്തണോന്ന് പല്ലവിക്ക് മാത്രം ആഗ്രഹം തോന്നിയാ മതിയോ? പല്ലവിയെ വിവാഹം കഴിക്കണോന്ന് വിപിനും കൂടി താല്പര്യം തോന്നണ്ടേ? അതിപ്പോ നമുക്ക് അവനോട് ചോദിക്കാമല്ലോ. ചോദിക്കണമെന്ന് ഇല്ല വിശാൽ സർ. പല്ലവി വിവാഹം കഴിക്കാൻ വിപിന് തീരെ ഇഷ്ടല്ല. അത് പാർവതിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ വിപിനോട് അഭിപ്രായം ചോദിച്ചായിരുന്നോ? ഇപ്പോ ഞങ്ങള് വിപിനോട് ഈ വിഷയം സംസാരിച്ചിട്ടില്ല. പക്ഷേ വിപിനോട് പല്ലവി പല പ്രാവശ്യം അവളുടെ ആഗ്രഹം പറയുന്നതും വിപിൻ അവളുടെ ആഗ്രഹത്തെ തള്ളി പറയുന്നതും പല്ലവി വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെന്നും അവൻ അവളുടെ മുഖത്ത് നോക്കി പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. വിപിനെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം പല്ലവി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പല്ലവിയെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇത് തന്നെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അല്ല, അപ്പോ ഇപ്പൊ വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോകുന്നതും അവന്റെ പൂർണ്ണമായ ഇഷ്ടം കൊണ്ടല്ലോ. ബ്രോ, ജാസ്മിനെ വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനം വിപിൻ സ്വയം എടുത്തതാ. അത് അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ചെടുപ്പിച്ചതൊന്നുമല്ല. പക്ഷേ പല്ലവിയുടെ കാര്യത്തിൽ അതല്ലല്ലോ. ഇതിലെന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.